വണ്ടി ഒളുങ്ങ ഓട്ടിയാണ്. അണ്ണാ സ്റ്റിയറിംഗ് കൊണ്ടുപോകാൻ ടൈപ്പില്ല. അയ്യോ ബ്രോ എന്റെ വീട്ടില് കോക്പിറ്റ് ഒക്കെ ഫുള്ളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് അഴിക്കാനൊന്നും പറ്റൂല ഇത്. കൊണ്ട് മാറ്റിട്ടല്ലേ മിക്കവാറും എറണാകുളത്തോട് ഒരെണ്ണം വാങ്ങുമായിരിക്കല്ലേ? എന്താ പാപ്പാ ഇങ്ങനെ പോയാൽ മിക്കവാറും എറണാകുളത്തോടെ വാങ്ങുമല്ലോ. എന്നെ ദയവ് ചെയ്ത് ഇങ്ങനൊന്നും എന്നെ ആരെങ്കിലും ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാ. നീ അവിടെ പോകുമ്പോ നമ്മള് ലൈവ് ഇടുമ്പോ നീ ഇങ്ങനെ കണ്ടിട്ട് ഇരുന്നിരുന്നിരുന്ന് അവസാനം വിചാരിക്കുന്നീ സാര കിട്ടാല്ലേ, ഇല്ലെങ്കിൽ ചിലപ്പോ അത് വാങ്ങിയതല്ലേ. അയ്യോ ഇത് ഇത്ര 41 കിലോമീറ്റർ ഉണ്ടായതാ. 41 കിലോമീറ്ററാ? 25 മൈൽ ആദ്യമായിട്ട് റേസ് ഓടിക്കാൻ വരുന്ന ഒരാളുടെ അടുത്ത് നീ പോക്കത്തരാണോ കാണിക്കുന്നത്? ഈ കളിയില് പ്രാവല്ല പഠിക്കും. പാറ്റണ്ണാ ഓടാ കളി തുടങ്ങിയാ? എടാ എന്റെ വണ്ടി ഫ്ലിപ്പ് ആയടാ. நீங்க இது மிஸ் பண்ணிட்டீங்க. அந்த flag மாதிரி இருந்ததுல லாப் ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ്. പാറ്റണ്ണാ PC വൈഫൈ റീസ്റ്റാർട്ട് ആക്കി വന്നു. ഫോൺ കൂടെ നോക്കാനാ. റേസ് തുടങ്ങിയാ 41 കിലോമീറ്റർ ഉണ്ട്. മന്ദാരം DNS ഇടേ. ആ DNS ആരും ഉണ്ടാക്കാം. DNS മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് കയറാൻ പറ്റുമായിരിക്കും. இந்த ஸ்பீட் அவ்வளவுதானா? എടാ എന്റെ വണ്ടി അവിടെ ഫ്ലിപ്പ് ആയി. പക്ഷെ ഞാണ്ടാ പഴം വലിയ എപ്പോഴാ കണ്ടുപിടിച്ച പാറ്റണ്ണാ? ഞാണ്ടാ പഴം വലിയ എപ്പോഴും കണ്ടുപിടിച്ചേ. ചിരിച്ചോണ്ട് പോകില്ലേ? ഞാൻ കേട്ടിടത്തില്ല തോക്കു. ഇടിക്കല്ലേ പ്ലീസ്. വട്ടം വെക്കില്ല இதுவும் அதே போலதான்டா. നീ വട്ടം വെച്ചല്ലേ അങ്ങോട്ടും നിനക്ക് കാണാത്തതാടാ. വട്ടം വെക്കുന്നുണ്ട്. എന്തായാലും ഇടണം. ചിലപ്പം റീകണക്ട് ചെയ്താൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാം, ട്രൈ ചെയ്യാം. ഈ വണ്ടി എത്ര ഉള്ളൂ സ്പീഡ്? പോകണ്ടെങ്കിൽ പാറ്റണ്ണനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അത് ഗോട്ട് അങ്ങനെ തന്നെയല്ലേ മന്ദാരം, പറയണ്ടോ? എന്റെ വണ്ടി പാറ്റണ്ണ എന്താ കണ്ടത്? ഞാന് സ്വിച്ച് വേറെ വെച്ചതാ. എന്റെ വണ്ടി എന്തിനാ ഇങ്ങനെ? ഈ ബാക്കോട്ട് വെക്കുന്നത് എങ്ങനെയാ പാറ്റണ്ണ? ഞാനത് കീമൈൻഡ് ചെയ്തേക്കോടാ. നീലേ മോനെ അത്ര ഉള്ള നീലേ இவங்க 3 பேருமே மிஸ்டேக்கே பண்ண மாட்டானுங்க. இல்ல ഞാൻ 2 വട്ടം ഫ്ലിപ്പ് ആയി കോച്ച്. ഞാൻ 2 വട്ടം நானும் 2 வட்டம் ஃபிளிப் ஆகி அதுக்கு அடுத்து சொல்றேன். இப்ப இதுக்கு மேல கோகு நிக்கடா ഹാപ്പി ആയിരിക്കുന്നു. താങ്ക്സ് ടിവി അത്ര ഉള്ള പോലെ ഗോക്കു മിസ്റ്റേക്ക് കാണിച്ചല്ലോ. ഗോക്കു കാണിച്ച് പക്ഷെ നീ പക്ഷെ ഗോട്ട് മിസ്റ്റേക്ക് കാണിച്ചാലും ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അത്രയേ ഉള്ളു മന്ദാരം. നീ മന്ദാരം മന്ദാരം ആ മന്ദാരം ഗോക്കുവിന്റെ ആള് ഇന്നലെ എനിക്ക് എന്നെ ഇടിച്ച് തെറിപ്പിച്ചൊക്കെ. மந்தி காசு கொடுத்தாடா அவன். എനിക്ക് ഇത് പാറ്റണ്ണന്റെ റേസാണ് കണ്ടോണ്ടിരിക്കുന്നത്, എന്റെ അല്ല. ആഗമേ
ലാമോർ വാവാച്ചി എന്ത് പറ്റി? കോച്ചും പ്രാവും കൂടെ മൂന്നാർ It's demon. കോച്ചും പ്രാവും മൂന്നാറിലെത്തി. അന്തുവിന് ഫോർസോയിലൊക്കെ വരൂലേ പിന്നെ കമ്പാക്ക് അല്ലേ ഇപ്പൊ കണ്ടോ? പോയിന്റ് ഒക്കെ കണ്ട് പയ്യെ വരുള്ളേ. എടാ മറ്റേ AFK ഇത് വരുന്നുണ്ട്. ഈ വണ്ടി തിരിച്ചാലല്ലേ ഓട്ടിക്കല്ലേ 40 സെക്കൻഡ് വാട്ടണ്ണ ഇത് എന്താ ഇത്? എടാ ഞാൻ പട്ടി. പറഞ്ഞല്ലേ വന്നേരം. അയ്യോ സോറി நான் உங்க பின்னாடி இருக்கேன் ഞാനത് പറഞ്ഞു. അല്ലല്ല എത്ര പെർസെന്റ് കംപ്ലീറ്റ് ആയി? എടാ പട്ടി. ഗോകു റാഷ എടാ, ഇത് എന്താടാ എന്റെ വണ്ടി എടാ എനിക്ക് എവിടെ ചെക്ക് പോയിന്റ് മിസ്സായെന്ന് തോന്നുന്നു കേട്ടോ. ഓ സൂപ്പർ. വെറുത്തടേ ഇത്. ഞാനൊന്നും ചെയ്തില്ല. இல்ல பப்ஜின்னு எழுதியிருக்கேன். ஹலோ ஒரு செகண்ட் பார்த்தேன். ബിദിൻ താങ്ക് യു സോ മച്ച് ബിദിൻ. ടീമിന്റെ ചേസ് കണ്ടോ? അയ്യോ താങ്ക് യു ബ്രോ. ചേസ് ടീമൻ അള്ളിയാ ടീമൻ മാറ്റണം പിടിക്കുന്നത് തോന്നുന്നു. ആ ഒരു വരവ് കാണുമ്പോ അതിലുണ്ട്. പറ്റൂല ഇവനെ കൊണ്ടൊന്നും പറ്റൂല ബ്രോ. ഇനി എനിക്ക് പിടിക്കാൻ പറ്റില്ല. 6 ഗിയറിന്റെ മാറ്റണ. ആറടാ ഗോകു. എടുക്കാനുള്ള സമയമായില്ലോ. ഓ RPM ഹിറ്റ് ആയില്ല അല്ലേ? ഗോകു എത്ര പെർസെന്റ് കംപ്ലീറ്റഡ്? 60. ഞാനും 60. 51 കഥ ഇളക്കറിയാ? ഇത് കഥകളൊക്കെ അറിയാം. എന്തോ കഥകളൊക്കെ അറിയാം. ഓ ഡീമൻ കഥ ആളറിയാ. ഡീമൻ വാട്ടർ പിടിക്കുമോ? 51 കോച്ച് ഫേസ് ക്യാമിൽ കൂടെ കാണുന്നത് ഗോകുവിന്റെ POV അല്ല, കോച്ചിന്റെ തന്നെ POV-യാ. ചുമ്മാടാ അവനെ ഡിസ്റ്റർബ് பண்ணா அவன் விழுவான்றதுக்காகடா வேற எதுவும் இல்ல. ഗോകു വാട്ടർ ഡീമൻ ഡീമന്റെ ഒരു മുട്ട ചേസ്. ഡീമൻ ഡീമൻ ഒരു ഹിറ്റ്. ഡീമൻ വാട്ടണ്ണനെ മനപ്പൂർവ്വം പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ ഡീമൻ അത് ഒരു ഇതാവുന്ന കാഴ്ച. എന്നെ ഇടിച്ചിട്ടാണ് ഞാൻ തിരിച്ചിട്ട് ഗൈസ് ലൈവ് കണ്ടിട്ടുണ്ട്. വാട്ടണ്ണനെ ഡീമൻ ഇടിച്ച് പണിയിരിക്കുന്നു, വളവിലിട്ട് പണി. വാട്ടണ്ണൻ തിരിച്ച് കംബാക്ക് വരുമോ? എടാ അവൻ പറയാത്തത്. അതെന്താ ഗോകു, ഞാൻ സ്പീഡ് വെച്ചിട്ട് ഗോകുവിന്റെ ബാക്ക് ബമ്പർ ഇട്ട് തട്ടി തന്നു. പട്ടി. ഇപ്പൊ അതിലും അതുവരെ പഠിച്ചു വാങ്ങിച്ചേ. ഫ്രണ്ട് കണ്ട് എന്നെ സിനിമ കണ്ടിട്ടില്ലേ ഗോകു? ഇല്ലടാ ഞാൻ സിനിമ കാണാറില്ല. വാട്ടണ്ണൻ ആ ഒരു ഹിറ്റിൽ വാട്ടണ്ണന്റെ ഫുൾ കോൺഫിഡൻസ് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടാ, ഞാൻ കുഴി കിടക്കുവാടാ. വാട്ടണ്ണൻ ബോട്ടിലിംഗ് ചെയ്യുന്ന കാഴ്ച. അളിയാ ഞാൻ കുഴി കിടക്കുവാ കുറച്ചായിട്ട്. വാട്ടണ്ണൻ ബോട്ടിലിംഗ് ചെയ്യുന്ന ഇവൻ വന്ന് ഇടിച്ചിട്ടല്ലേ. ശരിയാ. അല്ലല്ല അത് ഞാൻ അവനെ ഇടിക്കാൻ നോക്കി ഭൂമി തട്ടുക. അത് ഞാൻ അവനെ കൊടുക്കുക. കോച്ചന്റെ ഫ്രണ്ടിൽ കയറി പോയോ? എപ്പോഴും നമ്മള് സത്യങ്ങൾ പറഞ്ഞോടാ സ്കൈയെ. അതെ ശരിയായോന്ന് എനിക്ക് അറിഞ്ഞൂടാ, കേറി നോക്കണം ഞാൻ. ഇനി ബ്രാവും കൂടെ കയറിയാ ഞാൻ ഇന്ന് അൺഇൻസ്റ്റാളും ചെയ്യേ. നേരെ നിർത്തി നേരെ എറണാകുളത്തേക്ക് കിട്ടുന്നത്. അല്ല ബ്രാവോ കയറിയ അപ്പഴേ വണ്ടി എടുത്ത് എറണാകുളത്ത് വിടുക ഞാൻ. രാത്രി അല്ല ചെറിയലും പോവും കുടുംബം പോവും. നിങ്ങളോட ഞാൻ സീറ്റ് എടുത്തായിരുന്നു കേട്ടാ. ഏത്? ഞാൻ കുറഞ്ഞ എടുത്ത കേട്ടാ, ഇന്റർ ലെവൽ ഇപ്പൊ തൽക്കാലം എടുത്ത്. എടാ ഇതൊക്കെ നല്ലത് വാങ്ങിക്കണാടാ ടീമ, നല്ലത്. വെറുതെ ചെറുതിൽ കൊണ്ട് പൈസ കളയല്ലേ നീ. അല്ല ഞാൻ സ്റ്റാൻഡ് വാങ്ങണ ടീം സീറ്റും കൂടെ ഉള്ള വാങ്ങുന്നതാണ് ബെറ്റർ എന്ന് തോന്നി. എനിക്ക് ഈ റേസ് ഒട്ടും പറ്റണല്ലടാ, ഈ വണ്ടി എനിക്ക് ഒട്ടേ കൺട്രോൾ ചെയ്യാൻ പറ്റണല്ല. വാട്ടണ്ണൻ 800-ൽ ഒരു വിസ്മയം തീർക്കാൻ വന്നു. ഈ വാച്ച് അവൻ ഇടற കാർ എല്ലാമേ അവൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കൺഫേം ഒരു കാഴ്ച. ആ ഇവിടെ കിടന്ന് ഞാൻ 2 കറങ്ങാ. ആഹാ ചെക്ക് പോയിന്റ് മിസ്സായി, തന്തയില്ലാത്ത ചെക്ക് പോയിന്റ് ഒരടി മാറി നിന്ന് കറക്റ്റ് സമയത്ത്. വാട്ടണ്ണൻ PWയുടെ വർക്ക് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. PWയുടെ വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. PWയുടെ ലൈറ്റ്, പഴയ ലൈറ്റുകളും ഇത് മാറ്റുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു.
അത് ചെയ്യാതെ മാറ്റണ്ടൻ. എടാ ഈ ചെക്ക് പോയിന്റ് അനങ്ങ എന്ന ചെക്ക് പോയിന്റ് ഞാൻ വന്നപ്പോ ഒരടി മാറി നിന്നാളിയാ എന്നെ ഊമ്പിച്ചതാണിത്. എന്റെ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് എന്താ തറ വീണെന്ന് തോന്നുന്നു. லைட்டா டச் பண்ண வேண்டியதா இருக்குடா டர்னிங்க்கு. എനിക്ക് ചൂടെടുക്കുന്നു. ബ്രാവോ, ഞാൻ 50 വട്ടം കുഴി വീണു. നീ എവിടെ? ഞാനിത് എത്തിയിട്ടില്ല. ഞാൻ 69% ആയിട്ടുള്ള പ്രോഗ്രസ്. ആണാ? അങ്ങനെ ഇപ്പോൾ ഹെവനിലാണോ? ഈഗിൾക്ക് എത്ര? തൊലിഞ്ഞ വണ്ടി പിന്നടിയെ നിക്കറാ. പിന്നടിയെ കൈകിൽ കോച്ച് 82 ആയില്ലേ? ഞാൻ അത്രയൊന്നും ആയില്ലേ. നല്ല ഡിഫറൻസ് ഉണ്ട്. 3% നല്ല ഡിസ്റ്റൻസ് ഉള്ള റേസാ. 3% എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്. ഗോക്കു വേറെ അറിയോ? കാണാനില്ലല്ലോ ഗോക്കു. ഇടിച്ചിട്ട് പോയിട്ട് നീ വർത്തമാനം പറഞ്ഞതാ. എന്താ വണ്ടിയാവുമ്പോ പിന്നെ ഉമ്മ വെച്ചിട്ട് പോകട്ടേക്കുമ്പോ പോടാ അല്ല തിരിച്ചടിച്ചത് അങ്ങനെയല്ല നമ്മള് വേറെ റേസാകുമ്പോ ഇടിക്കുകയൊക്കെ ചെയ്യും. എന്താ ഇപ്പൊ പ്രശ്നം? എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞാ വാറ്റണ്ണൻ ചോദിച്ച ആള് പറഞ്ഞോളും ബ്രോ. ആ ബ്രോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഗോഡ് ചൂപ്പിനത് പറയണ്ട. 800-ൽ വിസ്മയം തീർക്കാവുന്ന വാറ്റണ്ണൻ ഇപ്പോൾ DNF ആവുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ വളരെ മുന്നിട്ട് നിന്ന വാറ്റണ്ണൻ ഇതാ 10 സെക്കൻഡ് ബാക്കി നിൽക്കെ റേസ് ഫിനിഷ് ചെയ്യുമോ? ഞാൻ DNF ആയി. ഒരു ഇടി ഇടിച്ചാൽ വാറ്റണ്ണൻ DNF ആവും. DNF ആവുന്ന ഒരു കാഴ്ച വാറ്റണ്ണൻ. സോറി അപ്പൊ DNF ആയി. അപ്പൊ പിന്നെ ഇനിയിപ്പോ നമ്മള് സീനൊന്ന് കാണണ്ട. സീനൊന്ന് കാണണ്ട. ഇതില് എടാ മദര, നീ ആദ്യം വാതുറ ആദ്യം വീഴുന്നത്. ഇവൻ പറയുമ്പോ വീഴായിരുന്നു. സോറി. കോച്ച് എന്റെ മോള് കയറിയല്ലേ, എനിക്ക് കോച്ചിനോട് അപ്പൊ ഈഗോ തുടങ്ങി. അതെ ഗോക്കു എനിക്കൊന്നേ എനിക്ക് ഇൻവൈറ്റ് ഈ തവണയെങ്കിലും തുടക്കക്കാരന് പറ്റിയ ഒരു റേസ് ഇടണേ. ചെറുത് വേണ്ട ഡിസ്റ്റൻസ് ഇട്ടോ നീ. പക്ഷെ കുറച്ച് ഹാൻഡിൽ വണ്ടി அது எதுவுமே பண்ணல. பாரு இப்படி திருப்பா ஃபுல்லா டர்ன் ஆகுது ஆ ஸ்பீட்ல. கண்ட்ரோலே இல்ல. ഇവൻ ഏതൊക്കെയോ വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് വന്നേക്കുവാ. എന്നിട്ട് അത് മാത്രം ഇട്ട് തരും നമുക്ക്. ഇത് ശരിയാ. ഞാൻ ഓടിക്കാത്ത നോക്കിയാണ് അടുത്തത്. ഞാൻ അതല്ലേ മൂഞ്ചി തെറ്റി അവിടെ ഇരുന്നത്. അത് അരക്കൽ ഷാൻ അവിടെ ശരിയാണല്ലോ. സ്റ്റിയറിംഗ് വീൽ വിറ്റ് അന്ന് ലാസ്റ്റ് ലെവലിൽ സ്റ്റിയറിംഗ് വീൽ എന്ത് പറ സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞ ചീത്ത അരക്കൽ ഷാൻ തടിപ്പണിക്കാരെ വിളിച്ച് മറ്റേത് സെറ്റ് ചെയ്യുക. ഏത് ടേബിള് സ്റ്റിയറിംഗ് വീൽ വെക്കാനോ? ഓ എന്നിട്ടാ ഞാൻ ഇനി വരുവോളന്ന്. ബാലനെ അറിയത്തില്ല, കണ്ടില്ല. ബാലനെടുത്തന്നെ അന്ന് തന്നെ വിറ്റ്. വാല എന്ന് പറയണ അളിയ ഞാനിന്ന് ഇത് ഹോർസ് സ്റ്റിയറിംഗ് വീല് കളിച്ചു നോക്കി. എന്തൊരു രസം കളിക്കാൻ, നല്ല സുഖം സ്റ്റിയറിംഗ് വീല് കളിച്ചപ്പോ. ഐ മീൻ കീബോർഡിൽ കളിച്ചപ്പോ. കീബോർഡിൽ കളിക്കുമ്പോ വിചാരിക്കും സ്റ്റിയറിംഗ് വീലിൽ ഈസി ആയിട്ട് ഓടിക്കാന്ന്. സ്റ്റിയറിംഗ് വീല് വരുമ്പോഴാണ് நான் சத்தியமாயிட்டு நான் அப்படிதான் நினைச்சே வந்து கீபோர்ட்ல ஆனா ഇവിടെ வந்து இதுல ஓட்டம் தான் മനസ്സിലായോ. എൻട്രി ഞെക്കിയാ മതി ബ്രാവോ. എൻട്രി ഞെക്കിയാ 24 നോക്കണ്ട. എൻട്രി ഞെക്കിയാ ഇതിലേതാ ലംബോർഗിനിയാ? എന്റെ മുത്തപ്പ ഇതൊരു ഊമ്പിയ വണ്ടിയാ. അയ്യോ ബോറോ കാറാന്നോ? എനിക്ക് ഇഷ്ടമല്ല ഈ വണ്ടി, സത്യം പറയാലേ. എനിക്ക് ഇഷ്ടമല്ല. ഇവന് നന്നായിട്ട് ഓടിക്കറിയാടാ. ഇവനും ഡീമനും അറിയാം ഈ വണ്ടി ഓടിക്കാൻ. അമ്മമാർക്ക് രണ്ടുപേർക്കും. എനിക്ക് അങ്ങനെ അറിയത്തില്ല. അളിയ അടുത്ത റേസ് ഞാൻ ഇടാവേ. ഡിസ്കണക്ട് ആയി പോലോ അളിയാ. ഇല്ല എനി ഡിസ്കണക്ട് ആവില്ല. ഇനി ഞാൻ ഡിസ്കണക്ട് ആയാൽ ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ഇപ്പൊ വോട്ട് എടുത്ത് OLX-ൽ പോയാ
ആരുടെ ശരിക്കും പോയി ഇല്ല. എടാ ഞാൻ വണ്ടി എടുത്തിട്ട് മാറി ഇതെന്തോ എടാ, ബ്രാവോ വേറെ എടുത്തതാ. ഏയാൻ പോ ഞാൻ സെലക്ട് ചെയ്ത് എടാ, ആ, ബ്രാവോ അത്രേ speed ഉള്ളൂ. വണ്ടിയാ. ഭയങ്കര സ്പീഡുള്ള വണ്ടിയാ. ഓടിച്ചോ. അയ്യോ പിടിക്കാൻ പറ്റത്തില്ല, ഓടിക്കണ്ട കേട്ടാ. ഹലോ വളയൂല. എന്തോ ആ കോച്ചാ ആ, അതെ. അയ്യോ അണ്ണാ അങ്ങനെ ഇടിക്കാൻ നിൽക്കേണ്ടിട്ട് ഞാൻ പോയി. കോച്ച് നിങ്ങൾ എന്നെ പാസ് പണിട്ട് പോയിരയാ കോച്ച്, കൂട്ടിട്ട് പോ കോച്ച്. Bravo, bro! What an amazing talent of the India! car इतना fast करके डालो. കളി ഇടിക്കല്ലോ കളിയാ മോനെ. ഹലോ വഴി മാറിപ്പോയി ഗോക്കു. പോട്ടെ. അയ്യോ എനിക്ക് വഴി മാറി മുത്തപ്പാ, പോയി വണ്ടി പോയി. പാമ്പ് പോലെ സ്ഥലത്താണ് കയറാൻ. വണ്ടി പോയി. ഞാൻ മാക്സ് വെസ്റ്റപ്പനെ പോലെയൊക്കെ ബബിൾക്കൊക്കെ ചാവിച്ച് ഓടിക്കുന്നത് കാര്യമില്ല. ഞാനിവിടെ സെക്കൻഡ് നിൽക്കണേ, 10 സെക്കൻഡ്. അവിടെ ഈ സ്റ്റെയറിംഗിന്റെ ടൈറ്റ് പോകുന്നില്ലടാ ഭീമ, ഇതെന്ത് ചെയ്യും? സ്റ്റെയറിംഗ് ബഗ്ഗാണ്, ഭയങ്കര ടൈറ്റടാ. ബ്രാവോന്റെ ഫ്രണ്ടിലേക്കായിരുന്നു. എടാ സ്റ്റെയറിംഗ് ഭയങ്കര ടൈറ്റടാ. ഇതെന്ത് നീ എന്ത് ചെയ്തപ്പോ ശരിയായത്? ഞാൻ സ്റ്റിയറിംഗ് ഓഫ് ആക്കിയിട്ട് ഓണാക്കി, പക്ഷെ എനിക്കിപ്പോ ആ സ്വിച്ച് കിട്ടിയിട്ടില്ല. ഓഫാക്കിട്ട് ഓണാക്കുക വേണ്ട, ആ അടുത്ത റേസ് ചെയ്യാം. എനിക്ക് വളച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇത് ഇത്ര വളക്കണ സോറി ഗൈസ്, സ്റ്റെയറിംഗിൽ ഇത് ഇഷ്യൂ ആണ്. ഫിക്സ് ആയിട്ട് അടുത്ത റേസിൽ കംബാക്ക് ഉണ്ട്. കോച്ച് പിടിച്ച് DNF ആയാലും കുഴപ്പമില്ല. ഇങ്ങനെ സുന്ദരി കളി. ഹലോ അത് വേറെ കാണാനാ. അതിന് പക്ഷെ ഫസ്റ്റ് ടൈം ഓടിച്ചിട്ട് വിഷയം കണ്ടോളാക്കാം. ഈ വണ്ടി ഞാൻ കുറച്ചുകൂടെ ഓടിച്ചു നോക്കിയായിരുന്നു. ഇതിന്റെ കൺട്രോൾ അറിയാം. അത് കിട്ടുന്ന വണ്ടിയാവും. Bravo, bro! Fire ആണല്ലോ. ഫസ്റ്റോ പറഞ്ഞു ഓ എന്നെയൊക്കെ ചുമ്മാ ഓട്ടൊക്കെ ഇതൊക്കെ പോയി. എന്നെ പോയല്ലോ മച്ചു. എന്റെ ഫസ്റ്റ് ആയിരുന്നു. ബ്രാവോ ഈ കാർ എടുത്തോണ്ട് മാത്രം എന്റെ ഫസ്റ്റ് പോയി. ഞാൻ സത്യത്തിൽ ആ വണ്ടി സെലക്ട് ചെയ്തത് ഞാൻ ബോറ ചെയ്തായിരുന്നു. പിന്നെ എന്താ വണ്ടി വരാത്തത് എനിക്ക് ഒന്നും അറിയില്ല. കൂടെ ക്ലിക്ക് ചെയ്യണം, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണം അത്. ആ ശരി കളി നിർത്തി. ഒരു മിനിറ്റ്, ഇതെങ്ങനെയാ ലീമ ചെയ്യണ്ടേ? First. ആ റീസൺ എനിക്കിപ്പോ സെറ്റ് ആയിട്ടില്ല. ഓഫാക്കുക, ഓഫാക്കി ഓണാക്കി. അതിപ്പോ എന്തായാലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. റീകണക്ട് Shift up at red line RPM. Okay. പ്ലീസ് കണക്ട് യുവർ കൺട്രോളർ എന്ന് കാണിക്കുന്നത്. ബ്രാവോ Dima, മുടിച്ചാ Dima നീന്?
ബോറ ക്ലിക്ക് ചെയ്തിട്ട് എന്റെ കാർ കളിക്കണം, മനസ്സിലായി? ഞാൻ എടുക്കുന്നത്. ടീമൻ DNF ഞാൻ അടിച്ചടാ. ഇല്ല, അത് അല്ല, ക്ലിക്ക് ചെയ്തപ്പോ അത് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ആ കാറ് സെലക്ട് ചെയ്യണം അല്ലേ? ആ, കാർ டீமா, പറ நீ லெஃப்ட் ரைட் ஒதுக்குற தெரியுமா? அப்பதான் லைட்டா ஒரு தட்டல் உனக்கு. അളിയാ എന്നെ ലീഡർ ആക്കും, ഞാൻ ഒരു നല്ല റൈസ് ഇടാം. എനിക്ക് ഒരു റൈസ് കൂടെ ഞാൻ ഇട്ടിട്ട്, ഒരു റൈസ് കൂടെ ഞാൻ ഇട്ടിട്ട്. prediction இடுங்க guys. சாரா ஹலோ ஸ்கை டைட் എന്റെ വാങ്ങപ്പ് കഴിഞ്ഞ് ഇനിയാണ് എന്റെ തിരിച്ചു വരും. ഇന്നൊരു റൈസ് ഇടോ, ഒരു റൈസും കൂടി ഇടോ. അതെ ഉള്ളിൽ നോക്കി ഇപ്പൊ സെറ്റ് ആകുന്നുണ്ട്. ഇല്ലടാ, vote for a reason point. എനിക്ക് സെറ്റ് ആയിട്ടാ. എടാ സ്കൈഡാക്സേ, നീ മദർ ബോർഡിന്റെ പേരില് കുറച്ച് സ്കാം ചെയ്ത് പോയായിരുന്നല്ലോ, എന്തായി ലാപ്ടോപ്പ്? സംഭവം ഇത് മദർ ബോർഡ് നാട്ടി വന്നിട്ട് எனக்கு லோடிங்ல நிக்குதுடா. டேய் ஹலோ ചൈനക്ക് തിരിച്ചു മുംബൈയിൽ വന്നിട്ട് എന്റെ നെക്കി ഒന്നുമേ വരല. കോച്ച് വരും വെയിറ്റ്. മുംബൈയിൽ വന്നിട്ട് ചൈനക്ക് തിരിച്ചു. ലോഡിംഗ് സ്ക്രീനിലെ നിക്ക്. കോച്ച് ഒരു കാര്യം പറയട്ടെ കോച്ച്. ആ കോച്ച് ലെഫ്റ്റ് ആയി കാണണോ? அததான் சொல்றேன். എനിക്ക് prediction ആവാൻ പറ്റില്ല. ഇത് ഞാൻ ഗെയിം സ്റ്റക്ക് ആയി. ഓർഡർ ഇത് ചെയ്തിട്ട് വിഷയം വണ്ടി വരുന്നത്. ഓ പഴയ ബെൻസോ. കോച്ച് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരട്ടെ, നമുക്ക് അത് കളിക്കാം, വരുമ്പോ ഇറങ്ങാം. പക്ഷെ ട്യൂൺ ചെയ്ത വണ്ടിയാടാ, ഭയങ്കര സ്പീഡാ. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാം. 460 ഇത് 460? ഓ ഓടാ ഓ, ഈ വണ്ടി ബഗ്ഗായി. യെസ്, അത് എന്താന്ന് தெரியல. സ്റ്റിയറിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഓണാക്കി ഗ്രാഫിക് ഉണ്ടായിരിക്കുന്ന അശോക് ബ്രോ ഹൈഡ്രോയിഡ് ട്രക്സ് എടുത്ത് കളഞ്ഞേ. എടാ, കഴിഞ്ഞ കളി ഞാൻ എന്തൊക്കെ താളടിക്കാണ്ട് എന്റെ കളി. ഈ സത്യം. ബ്രാവോ, ഉവ്വേ, കാർ എടുത്തോളൂ. നൈസ് ബ്രോ, നല്ല കളി ബ്രോ, നല്ല കളി ബ്രോ. ഇനി 20 ഫോളോവേഴ്സും കൂടെ 5K എടാ, ഫോളോവേഴ്സ് ആവും. മന്ദാരമേ, നീ എന്തിനെടുത്ത് ചെയ്ത സൂപ്പർ അല്ലേ മാറ്റണ, പിന്നെ എന്തെടുത്താ? അന്നേരം ഊരി കുത്തിപ്പോ എനിക്ക് സെറ്റ് ആയിട്ടാ. അതിന്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ. അതെന്തിനു മാറ്റണ? റോക്കറ്റാ വണ്ടി. ഇതെന്താ പറയുന്നത്? ഹലോ എല്ലാരും മറ്റേ സ്പീഡ് തോന്നുന്നുണ്ട് കേട്ടോ കാണാൻ. സ്ട്രീറ്റ് പോകാം. ഇത് കളിക്കുമല്ലോ. കേറി. നീ ഒരാളെ ഇടിക്കാതെ ഒരിക്കലും പോവില്ലല്ലേ? ഇനി ഡീമ നിന്നെ എവിടെ കണ്ടാലും ഞാൻ ഇടിക്കും. എടാ ഇത് റേസ് ഒന്നും അല്ല, ഇത് 2x ഏതോ വീഡിയോ പ്ലേ ചെയ്തേക്കോ. ഹലോ ആ വീഡിയോ ആരോ നിർത്തിയേ. മാറ്റണ 2x கூட அல்ல இது 2.5 ഹലോ, കേക്കട്ടെ. ഗോകു എന്താ പോയത്? ഹലോ ടിപിട്ട് ഓടിക്കാൻ പറ്റില്ല ബ്രോ, കുഴപ്പമില്ലടാ. കേക്കല്ലേ? ഹലോ, கோகு பிரேக்கே அடிக்காதான்னு யோசிச்சேன். ക്ലെയിം ചെയ്യാ, പിന്നെ ക്ലെയിം ചെയ്യണ്ട, ഇവിടെ വന്നിരും. അതുക്കப்புறம் അവിടെ പോയിട്ട് നിൽக்கிறதுக்கு കുറച്ച് ലേറ്റ് ആയില്ല. ഫോളോ ഷെയറിംഗ് തെറ്റായില്ല. എന്താ നടന്നു? கோகு நிறுத்தி போதும், இதுக்கு மேல மதி அப்படின்னு நிறுத்திட்டா. പോണത് അടിച്ചാ തൊട്ട് ബാക്കിലടിച്ചാ. അയ്യോ മാറ്റണ, എന്റെ AFK വാണിങ് പോയി. സോറി, ഞാൻ സ്റ്റിയറിംഗ് തിരിച്ചു. സൂപ്പറാ.
പ്രതീക്ഷയാണ്. മന്ദാരം ബൈ ബൈ. നിങ്ങളെല്ലാം AFK നിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന മാറ്റണ്ണ. AFK നിക്കണോ? അളിയാ AFK നിക്കണോ? ഹലോ ആ നിക്കറാ ഏപ്പിക്കോ? ആ ഞാൻ സ്പീഡ് നോക്കാനാ പറഞ്ഞത് നിന്റെ അടുത്ത്. നീ ലെഫ്റ്റ് ആയടാ. ഇല്ല, ഞാൻ വരും. കോൺവോൽ ഉണ്ടോ അതോ കോൺവോയിൽ ഉണ്ടാവും. റേസിൽ നിന്ന് പോകുന്നതാണ്. AFK എന്നാ മതി. ഗോകുവിനെ ഇൻവൈറ്റ് ചെയ്യണം. മൈക്ക് വേറെ അല്ല, മൈക്ക് ഇവിടെ ഇവരെ- ഇരിക്ക് guys, അതാ. അപ്പാപ്പ കളിക്കാണ്ടോ? അതെ ബ്രാവോ YT43 അപ്പാപ്പനാ. ഇപ്പൊ ഓക്കെ ഗൈസ് സൗണ്ട്. വേറൊന്നും ചെയ്യാനില്ല. അളിയാ എന്റെ AFK ഇത് വരുന്നില്ല. ഇവരൊന്ന് വാച്ച്. ஒன் செகண்ட் லிஃப்ட் அக்செப்ட் பண்ணிட்டு வந்துடுறேன். എന്റെ വന്നു. ഗിഫ്റ്റ് ഇട്ടാ யாரோ நான் ഇവിടെ എന്താ ഗരാജ് മേടിച്ച് വെച്ച് മോനെ മാറി ആറ് വണ്ടി. കൈയെ ഒന്ന് പോയിന്റ് കൊടുക്കാം. come on give me one nice score. ലാസ്റ്റ് മാച്ചിലാണ് ഞാൻ ജയിച്ച മാച്ച്. അല്ല അതാണോ? അതന്നെ. വണ്ടി വേണ്ടാ. ഞാൻ തോറ്റ മാച്ച്. ഇല്ല ഈ വണ്ടി ഒന്നും വേണ്ട, തല ഇറങ്ങണം കേട്ടാ. ഇല്ല, ഞാൻ നിന്നെ കേട്ടാക്കാം. അപ്പാപ്പനാ ജയിച്ചത്. ഇത് കഴിഞ്ഞ് നോക്കാൻ പറ. നല്ല ആരൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിക്കാണോ? നല്ല കൊളപ്പൻ റൈസുകൾ വരാൻ പോണ കൊളപ്പൻ. ए पुंडी राजा हेलो व्हाट accept. സോറി. ഉമ്മ ഇത്ര ഉള്ളു. ഉമ്മ എന്റെ മറ്റേ കണക്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചോണ്ടിരിക്കുന്നത്. ജസ്കോ അല്ലല്ലോ. അയ്യോ ജസ്കോ എടുത്താനിപ്പോ. ഓ ഇതെന്താ കാറടാ അത് കോണി ഗമേറ. എല്ലാവർക്കും വെൽക്കം ഗൈസ്. ഫോളോ നല്ല വിഷയക്കാരല്ല ഇതില്. ഇത് അത്യാവശ്യം നല്ല കാറാ. ഇതിന് കൊടുക്കുന്ന സ്പീഡാട്ടാ ഗൈസ്. ഇത് നല്ല സ്പീഡാ. ഇച്ചാനോ പൊട്ടി രാജാ പോടാ ഇറങ്ങി. அவன் குறை நேரமா புண்டிராஜன் கூப்பிட்டுட்டே இருக்கான். ആഹാ, ഞാൻ വാച്ചോളാവേ. എടുത്ത് പറയണ്ടേ. ഇതിലിപ്പോ ആരും ജയിച്ചില്ലടാ. ഗോട്ടും ജയിച്ചില്ല, ഈഗിളും ജയിച്ചില്ല, ഗോഡ് ടീമിനും ജയിച്ചില്ല. ഇപ്പൊ ആർക്ക് കൊടുക്കും? എല്ലാരും ഉണ്ടല്ലോ. അടുത്ത കളി ഈ കളി 43 കിലോമീറ്റർ ആണ്. അളിയാ ഔട്ട്കം അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ അടുത്ത കളി ചെയ്യാൻ അയ്യോ അയ്യോ തരുന്നു. വണ്ടി പോയി മോനെ മുത്തേ. എനിക്ക് എന്താ ഇത്? ആദ്യം കേറും വണ്ടി പോകും. അയ്യോ എടുത്തില്ല. അയ്യോ എവിടെ പോണ ഞാൻ? അതോ ഇതെവിടെയാണ്? എന്നിട്ട് നമുക്ക് ഈ കളി നോക്കണ്ട. പ്രതീക്ഷയില്ല പോയി. മുന്നോട്ട് പോണം. കുഴപ്പമില്ല. നമ്മൾ ക്ലീൻ റേസിംഗ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് അടിക്കാന്നുള്ളത് വെരി ക്ലീൻ റേസിംഗ്. ഒരു വണ്ടി അങ്ങോട്ട് പോടാതെ ഒരു വണ്ടി നിങ്ങളുടെ ഡയറക്ഷനിലോട്ട് വരുന്നുണ്ട്. മറ്റേ എവിടെയാ പോന്നെ മോനെ? ആ കോൺ കണ്ടപ്പോ ഇവിടെ ഞാൻ റൈറ്റ് ഇരിക്കാൻ നോക്കി. ഒന്നും മിണ്ടുന്ന അടിയ. അയ്യോ വഴി മാറി. മറ്റണ തോപ്പിക്കല്ല. മറ്റണ നോ. അത് പറഞ്ഞു കൊടുക്കണ്ട. അടി. ഓക്കെ
മാത്രം പെട്ടാ പോരല്ലോ. പോളിസ് തൊട്ട് പുറകെ വെച്ച് പിടിക്കുക കേട്ടാ. സത്യം ജസ്റ്റ് മിസ് നാളെ പോയി മിസ് അതുക്കപ്പുറമേ ഇടിച്ചു അതാണ് നേരെ പോയത്. അത് എനിക്ക് വഴി കിട്ടിയതൊരു സംശയം. റീസെറ്റ് എന്താ ചെയ്തേ? റീസെറ്റ് ഇല്ല. നിങ്ങൾ റീസെറ്റ് ചെയ്തു? അത് ഏത് സ്വിച്ച് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് റീവെന്റ് ആണോ? ഞാൻ എല്ലാം മാറ്റിട്ടേക്കോ. ഇവന്റ് കീബോർഡിൽ വയ്യ ആറാണ്ട് കീബോർഡിൽ 6 കീബോർഡ്. ഇപ്പൊ വഴി എങ്ങനെ അറിയും? റാവോ മിനിമം- നേരെ മിനിമം പോയില്ലേ? ഇല്ല. ആ മിനിമാപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ऐसा सफर है मेरा. ഒറ്റ മിസ്റ്റേക്ക് ആണിടാ. ഞാൻ മാത്രമല്ല ഇവിടെ തൊട്ടിട്ടുണ്ടെന്നില്ല. தெரியுது 2 பேரும் ஃப்ரெண்ட்ல போயிட்டு இருக்கீங்க க்ளோஸ். 2 பேருமே மிஸ்டேக் ஆனிங்க. അയ്യോ വഴി തെറ്റി. വസ്തനം വസ്തകേ നന്നാദോന. ஓ இதனால தான் சிரிச்ச டிமானின்னு. வண்டி திரும்ப மாட்டேங்குது. അയ്യോ വെളിച്ച കയറുന്നത് കണ്ടില്ല. ഇങ്ങോട്ട് തന്നെ പോയെ. എന്തിന് വെളിച്ചൂടാ അവിടെ? അതാ എനിക്ക് പറയും കണ്ടില്ല. അയ്യോ വാറ്റണ്ണ ഇവിടെ ഇല്ല, അവിടെ പേടിക്കണ്ട. മന്ദാരത്തിനിടയ്ക്ക് സുഖം വരുമ്പോ വാറ്റണ്ണനെ വിളിക്കും. അതല്ല അണ്ണൻ പറയലുണ്ടേ. കൺട്രോൾ വന്നു. അയ്യോ വെള്ളത്തിൽ പോയി. ഓ ഇവിടെ കാറിന്റെ കണ്ടോളാ. മോനെ ഒന്നും ഇതെന്തൊരു വണ്ടി ഇത് ദൈവമേ. എല്ലാവർക്കും ഹൈപ്പർക്കത്ര വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇട്ടത്. ഇതിനാണെ മുട്ട സ്പീഡും. ഇതിന് എത്ര ഗിയർ? 8 ഗിയർ വണ്ടിക്ക്. മന്ദാരം കണ്ടില്ല. വാറ്റണ്ണൻ നോ വാറ്റണ്ണൻ നോ അവിടെ മന്ദാരം അലങ്കൃതാ നോ. അയ്യോ വണ്ടി പോയി. പിടിച്ചു. டிமா மிஸ்டேக்டா டிமா. വാറ്റണ്ണ കാണിച്ചു. അണ്ണന് ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുവരുന്നു. நானும் அதே மிஸ்டேக் ஆனிச்சு. എന്നെ വന്ന് ഇടിച്ചല്ലേ വാറ്റണ്ണ, കുഴപ്പമില്ല. അണ്ണനെ ആ കണ്ണില് മന്ദാരം തേല തിന്ന ഉറുമ്പരിക്കും, താഴെ തിന്ന ഇതരിക്കും വിചാരിച്ചാ കൊണ്ടുവരാം. ചെക്ക് പോയിന്റ് മിസ്റ്റാ. എടി എന്തിനാ കളിക്കുന്നേ? വെള്ളം പറന്നു പോണ വണ്ടി. എടാ ഇത് ടണലിന്ന് വെളിയിലിറങ്ങുന്ന വിഷൻ ഇല്ല അളിയാ. ടണലൊക്കെ ഉണ്ട് ഈ ഗെയിമിൽ. നമ്മൾ കണ്ടിട്ടില്ല. ചതിക്കപ്പെട്ടു. ആ അത് സെറ്റ്. വണ്ടി വളഞ്ഞാണെങ്കിൽ നന്നായി. ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയത് guys. അതില്ല. ചതിക്കപ്പെട്ടു. എന്താ സ്റ്റീലിംഗ് ഫീൽ ഇടുന്നുണ്ട് എന്തായാലും. ആ പ്രോപ്പർ എനിക്ക് ഭയങ്കര ടൈറ്റാ, വലക്കാൻ പറ്റുന്നില്ല. വീട്ടല്ലോ நீ எத்தனை சென்சிட்டா வச்சிருக்க? എന്റെ ഡിഫോ എല്ലാം കറക്റ്റാ പോയി. ഞാൻ എല്ലാം നോക്കി. എല്ലാ സ്ക്രിപ്റ്റ് എല്ലാം കറക്റ്റ്. நான் ஒன்ல வச்சிருக்கேன்டா. எனக்கு இன்னும் அவ்வளோ டைட் ஆயிട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് മന്ദാരത്തിൽ ഒരുമിച്ച് ഭയങ്കര ടൈറ്റ്. എടാ ടൈറ്റിൽ അത് ലൂസ് ആകുന്നതാണ് പ്രശ്നം. ടൈറ്റ് ആകുന്ന നിങ്ങളുടെ സെൻസിറ്റിവിറ്റിയുടെ എന്താ പ്രശ്നമാടാ? അല്ലാണ്ട് ഇത് എനിക്ക് ടീമിന് സെയിം. കോച്ച് അല്ല ഇങ്ങളുടെ ഇത് ഫുൾ ടൈം ടൈറ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നപ്പോ നിങ്ങൾ അത് കൂട്ടി കാണുന്നത്? ഇല്ല സെയിം ഞാൻ നോക്കി. ഞാനും നോക്കി. അല്ല സെന്റർ സ്ട്രോങ് കുറച്ച് നോക്കത്. വണ്ടിക്ക് 9 ഗിയർ ഉണ്ടോ? ഞാൻ 8 വരെ ഇട്ടിട്ടുള്ളൂ ഇതുവരെ. ആ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ തരും. ഏട്ടാ ഒരു 40 അടിച്ചോ. പൈന ആ ശരി.
അയ്യോ കോച്ച് അവിടെ തന്നെ ആരാ ഇത് കൊണ്ടുവച്ചത്? കോച്ചത്ത് കാണിക്കുക കോച്ച്. ഗോട്ടത് ആ ഗോട്ട് കടന്നുപോയി കോച്ച് നോക്കിയോ. ഞാൻ എന്ത് ചെയ്യാ പിന്നെ കേറി കോച്ചേ, ഗോട്ടെ മയിര്. എന്റെ ഭിത്തിയിൽ ഒട്ടിക്കാൻ നോക്കിയല്ലേ? ഇല്ലടാ നാലടാ നീ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നില്ല എടാ ഞാൻ ഫുള്ള് ലെഫ്റ്റ് പോയപ്പോ എന്നെ പറയാൻ നോക്കിയാണെങ്കിൽ ലെഫ്റ്റിൽ കൂടെ വന്നതാണ്. വളയുന്നില്ലടാ സത്യം വളയുന്നില്ല. നീ എന്നോട് പിയോ ഇല്ല പാரு. ഓക്കെ ഇട്ടോക്കി കോച്ച് ഇട്ടോക്കി എന്തെങ്കിലും കഴിഞ്ഞില്ലേ. കൈ മൂടിട്ട് കൊണ്ടുച്ചി நீனும் இந்த கோட்டம் எந்த கோட்டு ஃப்ரண்ட்ல இருக்கு உங்க கோட் எங்க இருக்கு மூணாவது பொசிஷன்ல இருக்கு ஏன் கூட சண்டை போட்டுட்டு இருக்கு കോച്ച് ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോ അവിടെ ഇരിക്കുന്നു. 31 ஓ நீ ஏஎஃப்கேனா அப்ப வந்துட்டு எப்படிடா 150 லெவல் ஏறும் AFK ഇതാണ് കോച്ച്. മറ്റേ ഇത് ഈസി ഓട്ടോ റേസ് ആക്കാൻ വേണ്ടി കോച്ച്. അതായത് ഓട്ടോ റേസ് കൈസോട്ടം പഠിച്ചു. ഓക്കെ ആ കോച്ച് எத்தனை பர்சன்ட் கம்ப்ளீட் 52. ഞാൻ അവിടെ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വരുന്നത്. ஓகே 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 அப்ப பொறுமையாவே வா എന്റെ ബാക്കിലും ആളില്ല അതാരത് ഞാൻ ഇറ്റ്സാക്കെ അയ്യോ, ബ്രാവോ ഉണ്ടായിരുന്നല്ലേ? ആ ബ്രാവോ പതുക്കെ പഠിച്ചിട്ടൊക്കെ വാ. அப்படியே போ பக்கத்து போ ഞാനിപ്പോ മറ്റേ ചില്ലി ചെയ്ത് കാഴ്ച കണ്ടില്ല. ഒത്തടം പൊതികൈ ഒരു റേസ് ബ്രോ നമ്മൾ സ്റ്റിയറിംഗ് വളയുന്നില്ല നോക്കൂ. ഞാൻ ഇവിടുന്ന് ഇരുന്നത് പങ്ക കറക്കുന്ന പോലെ കറക്കുന്ന ഇത് വളയുന്നില്ല. എന്തിനു ചെയ്യാൻ എടാ സെന്റർ സ്പീഡ് ഒന്ന് കുറച്ച് നോക്കിയാ നീ. അതെല്ലാം നോക്കി മാറ്റണ. ഞാൻ എല്ലാം നോക്കി. സെൻട്രൽ സ്പെൻഡ് ഇതിടുമ്പോ ഫുൾ സ്റ്റിയറിംഗ് ഫുള്ള് ലൂസ് ആവുന്നു. അത് ഓഫാക്കും ഫുൾ ടൈറ്റ് ആവും. 400 കയറൂടെ ഈ വണ്ടി. ആ ഗവൺമെന്റ് എന്തൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയ സ്റ്റിയറിംഗ് കയ്യിൽ നിന്ന് പോകും. സോഫ്റ്റ്വെയർ ബഗ് എന്താടാ എന്റെ ബ്രേക്ക് സെൻസിറ്റിവിറ്റി ഒക്കെ ഞാൻ ഫുള്ള് ചവിട്ടിട്ട് കിട്ടുന്നില്ലടാ. ഇതിലെ ബ്രേക്ക് കുറവാണ്. ഈ വണ്ടിക്ക് ബ്രേക്ക് കുറവാടാ. ആണോ വെരി ബാഡ്. ഇല്ല മാറ്റണം വളയുന്നില്ല മാറ്റണം തീരെ വളയുന്നില്ല. ഞാൻ ഒന്ന് ഇതാക്കിട്ട് പോലും വളർത്തുന്നു. வளைய மாட்டேங்கிறா பிகாஸ் ஆஃப் ஃபுல் ஸ்பீட் போகுதுல்லடா. നല്ല കോച്ച് ഞാൻ ഇതിപ്പോ പയ്യാക്കിയിട്ട് മന്ദത്തിന് ഇടയ്ക്ക് ഇച്ചിരി ബഗ്ഗായിരുന്നു കോച്ച്. ഭയങ്കരമായിട്ട് സ്പീഡിന് റീസെറ്റ് ആയി. അതെ 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 ഞാൻ ഫുൾ വളർത്തിട്ടല്ലോ പക്ഷെ ആ ഒരു ഇത് കിട്ടുന്നില്ല. ഞാൻ സ്ലോ ചെയ്തിട്ട് പോലും വളച്ചേക്കും. 400 കയറൂടെ ഈ വണ്ടി. 411 415 419 422 429 432. ആ 0 ഞങ്ങൾക്ക് ക്രാഷായി. ഹലോ അത്ര കയറുള്ള വണ്ടി. ஜீரோ நான் கிராஷ் ஆகி കണ്ട 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 ഇത് പോന്നാണ്ടോ വണ്ടി. ഈ വണ്ടി ഫസ്റ്റ് ടൈം ഓട്ടിക്കണം. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ വണ്ടി വെച്ച് റേസ് കളിച്ചിട്ടുണ്ട്. ഇത് ഗോകുവിന്റെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു ആ സമയത്ത്. അല്ല ഈ വണ്ടിയാ? ഇല്ല ആ ഈ വണ്ടി നമ്മൾ ഓടിച്ചിട്ടുണ്ട്. നീ ജയിച്ചു. നീ മറ്റേ അന്ന് ക്ലിപ്പിട്ട് അതിനകത്തുണ്ട്. നമ്മൾ ഓടിച്ചിട്ടുണ്ടോ? അന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല കാശ് കൊടുത്ത് മേടിക്കുന്ന പറഞ്ഞ്. അന്നേരം ഹൈപ്പർ കാറിൽ അത് മാത്രമായിരുന്നു. ഇതായിരുന്നു ഏറ്റവും കൂടിയ വണ്ടി. നമ്മളിത് കളിച്ചിട്ടുണ്ട് ഈ വണ്ടി. നീ സ്പീഡ് റേസ് ഇടെന്ന് പറയാൻ നമ്മൾ മറ്റേ ഇത് മാത്രം കളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഇട്ടില്ലേ ആ വണ്ടിയായത്. അന്ന് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച വണ്ടിയായത്. പക്ഷെ ഇത് സ്പീഡ് കിടിലോടാ. എന്താ അന്ന് ബ്രേക്കിംഗ് മാത്രം ബ്രേക്കിംഗ് മെഷീൻ 440 കയറുന്നുണ്ട് കേട്ടോ. 440 കയറോടാ. നമുക്ക് പിന്നെ ഒറ്റ വാക്കിയുള്ളൂ പറഞ്ഞ കംബാക്കാ. ഫിനിഷ് ചെയ്താ ഞാൻ.
ഗോകു DNF ഗോട്ടു DNF ഗോട്ടു പിടിച്ചതാ അല്ല, കോച്ചേ 40 മണിക്കൂറായി ഇനി ബസ്സൊക്കെ എടുത്തു തുടങ്ങാം, മനസ്സിലായാ? നമ്മളതേ അവസ്ഥയായി കോച്ചിന്, മനസ്സിലായാ? ഇല്ല ഞാൻ DNF ആയി കഴിഞ്ഞു. എനിക്ക് മേലെ വേണ്ട വിളാടി കപ്പക്കൂടോ Yes, ഞാൻ DNF ആയി. ഇല്ലല്ലോ ഡീമൻ ആവത്തില്ല. ആവും ഞാൻ സ്കിഡായി ഇവിടെ. അപ്പൊ എല്ലാരും DNF 1 ഞാൻ ഫുൾ റീസ്റ്റാർട്ട് ആക്കി 0. ഫുൾ റീസ്റ്റാർട്ട് ആക്കി നോക്കി വരും എല്ലാരും 0. ബ്രാവോടെ പോയിന്റ് പോയ 1 പോയിന്റ് പോയ DNF ആയ പോയിന്റ് പോയ ബ്രാവോ. അങ്ങനെണ്ടാ അങ്ങനെ ഉണ്ട് 1-0-0. ഗോകു ഇനി എനിക്ക് മുൻപ് 1% தான் ഓക്കെയാണോ? അപ്പൊ പക്ഷെ അതെ, ഒരു ബസ് പറഞ്ഞാൽ നല്ല കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇരുടാ എടാ നമ്മളെ ഇപ്പം ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞ ഗ്രൈൻഡ് ചെയ്യുന്ന കോച്ചാ. രാത്രിയും പകലും ഇരിക്കും അതിനകത്ത്. നീ 10 നാൾക്ക് മേലെ ഇനി മറ്റത് പറഞ്ഞാ അളിയാ സ്ലോ റൈസ് വേണോ മറ്റേ ഇത് ഇതുപോലത്തെ വേണോ? നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പോയതാ കോച്ച്. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഇടിച്ചായിരുന്നു അവിടെയോ. എടാ അത് കഴിഞ്ഞില്ലേ ഇപ്പൊ ഗോട്ട് തോറ്റില്ലേ? അപ്പൊ മിണ്ടാരി കുറച്ചേരം മിണ്ടാരി ജയിക്കുമ്പോ സംസാരിക്കും പ്ലീസ്. ഓക്കെ മിണ്ടാരി. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പോയോ എൻഡിങ്ങിൽ പോയോ ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല. മന്ദാരമാണ് എന്റെ ഹീറോ. മന്ദാരം അതൊക്കെ അത്രേ ഉള്ളൂ.